35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും 18 മുതൽ 30 വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്കും പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം നൽകുന്ന ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് LDF സർക്കാർ. ആർക്കൊക്കെയാണ് ഈ ആനുകൂല്യം ലഭിക്കുക? മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? വിശദമായി നോക്കാം. 35 മുതൽ 60 വയസ്സ് വരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത AAY മഞ്ഞ കാർഡ്, PHH മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ്, ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പെൻഷൻ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. കേരളത്തിൽ സ്ഥിരതാമസക്കാരായ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവരാണ് ഗുണഭോക്താക്കൾ. റേഷൻ കാർഡ് മഞ്ഞ, പിങ്ക് ആയിരിക്കണം. അപേക്ഷകർ മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളാകരുത്. മറ്റേതെങ്കിലും ആനുകൂല്യം കൈപ്പറ്റുന്നവരും ആകരുത്. അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ നിന്ന് അതിന്റെ 18% പലിശ സഹിതം തിരികെ ഈടാക്കും. ട്രാൻസ് വുമൺ വിഭാഗക്കാർക്കും അപേക്ഷിക്കാം. തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് പദ്ധതിയിലേക്ക് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷയോടൊപ്പം ഗുണഭോക്താക്കളുടെ IFSC കോഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ആധാർ വിവരങ്ങൾ നൽകണം. പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കാം. പദ്ധതിയിൽ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്? ആദ്യം പദ്ധതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കണം. തുടർന്ന് നിങ്ങളുടെ എല്ലാ വ്യക്തിഗത വിവരങ്ങളും നൽകി രജിസ്റ്റർ ചെയ്യുക. ശേഷം ലഭിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. പിന്നീട് ഹോം പേജിൽ നിന്ന് കേരള വനിതാ സുരക്ഷാ പദ്ധതി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷാ ഫോമിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും നൽകണം. തുടർന്ന് വരുമാനം, പ്രായം എന്നിവ തെളിയിക്കാനുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യണം. ഒടുവിലായി വിശദാംശങ്ങൾ വീണ്ടും പരിശോധിച്ച് സമർപ്പിക്കാം. അതേസമയം 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള യുവതി യുവാക്കൾക്കാണ് കണക്ട് വർക്ക് സ്കോളർഷിപ്പിൽ അപേക്ഷിക്കാനാവുക. +2, VHSC, ITI, ഡിപ്ലോമ, ഡിഗ്രി എന്നിവയിൽ ഏതെങ്കിലും വിജയിച്ച ശേഷം വിവിധ നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവരോ ജോലിക്ക് വേണ്ടിയോ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയോ തയ്യാറെടുക്കുന്നവരോ ആയവർക്കാണ് പ്രതിമാസം 1000 രൂപയ്ക്ക് അർഹത. പ്രജ്വല എന്ന ഈ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല എംപ്ലോയ്മെന്റ് ഡയറക്ടർക്കാണ്. അപേക്ഷകർ കേരളത്തിലെ സ്ഥിരതാമസക്കാരാകണം. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. അപേക്ഷിക്കുന്ന തീയതിയുടെ മുൻഗണനാ ക്രമത്തിലാണ് സ്കോളർഷിപ്പ് അനുവദിക്കുക. ഓരോ അക്കാദമിക് തലത്തിലും എത്ര വീതം സ്കോളർഷിപ്പ് നൽകണമെന്ന് ഓരോ വർഷമുള്ള അപേക്ഷകരുടെ എണ്ണമനുസരിച്ച് തീരുമാനിക്കും. നൈപുണ്യ പരിശീലനം, മത്സര പരീക്ഷാ പരിശീലനം എന്നിങ്ങനെ ഏത് വിഭാഗത്തിലായാലും ഒരാൾക്ക് ഒരു തവണ 12 മാസത്തേക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, സ്ഥാപനങ്ങൾ എന്നിവയുടെ സ്കോളർഷിപ്പ് ഉള്ളവർക്ക് ആനുകൂല്യം ലഭിക്കില്ല. അപേക്ഷകർക്ക് സ്വന്തമായി ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകണം. employment.kerala.gov.in എന്ന പോർട്ടൽ വഴി ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ജില്ലാ തൊഴിൽ എക്സ്ചേഞ്ച് തലത്തിലാണ് അപേക്ഷകരുടെ പരിശോധന നടക്കുക. എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റ് മുഖേനയായിരിക്കും പദ്ധതിയുടെ സംസ്ഥാനതല നിയന്ത്രണം. മുതലാളിത്ത സമൂഹത്തിൽ ബദൽ നയങ്ങളിലൂടെ അതിദാരിദ്ര്യം പരിഹരിക്കാനാകുമെന്ന് തെളിയിച്ച സർക്കാരാണ് നമ്മുടേത്. സാമൂഹ്യക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയതും അത് ഘട്ടം ഘട്ടമായി ഉയർത്തിയതും ഇടതു സർക്കാരാണ്. 2000 രൂപയായി പെൻഷൻ ഉയർത്തിയ പിണറായി സർക്കാർ 35 വയസ്സ് മുതലുള്ള സ്ത്രീകൾക്കായി സ്ത്രീ സുരക്ഷാ പെൻഷനും തൊഴിലന്വേഷിക്കുന്ന യുവജനങ്ങൾക്ക് തുണയാകാൻ കണക്ട് വർക്ക് സ്കോളർഷിപ്പും ഏർപ്പെടുത്തി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്.